സ്ഥാപിച്ച ഉന്നതമായ നിയമമാണ് ഈ ഞായറാഴ്ച ആരാധന. ഇന്ന് ലോകം വളരെയേറെ ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും കഴിയുന്ന അടച്ചുപൂട്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ നമുക്ക് അന്തേവാസികളും ചുരുക്കം ചില സന്താനങ്ങളുമായി ചേർന്ന് ഇങ്ങനെ ഒരു ആരാധന നടത്തുവാൻ അനുവദിച്ചത് മഹാശക്തിയുടെ കാര്യങ്ങളാണ്. ആരാധന എന്നത് എന്താണ് എന്ന് ഈ ഇരിക്കുന്ന ഒരാളിനോട് പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. കാരണം ആത്മബോധോദയ സംഘത്തിൽ വന്ന് സത്യം കേൾക്കുന്ന നിമിഷം മുതൽ പല ആളുകളും അതിനു മുൻപും ആരാധനയെക്കുറിച്ച് കേൾക്കുന്നു, അതല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അതിനൊരു വിശദീകരണം വേണോ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ശരിയായ വഴി അറിഞ്ഞിട്ടുള്ളവർക്ക് അതിൻ്റെ വിശദീകരണം ആവശ്യമാണ്. ആരാധന എന്നാൽ എന്ത് എന്ന് ഒരാൾ ചോദിച്ചാൽ ആത്മബോധോദയ സംഘാംഗങ്ങൾ വളരെ കൃത്യമായ അതിന് മറുപടി പറഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ജീവിതം തന്നെ ആരാധന. ആത്മബോധോദയ സംഘാംഗങ്ങളുടെ ജീവിതമാണ് ആരാധന. അറിവ്, ആചാരം, വിശുദ്ധി എന്ന 3 പടി കഴിഞ്ഞ് ആ 3 പടിയിലൂടെ ഉയർത്തപ്പെട്ട ഒരു ആത്മാവ് നിലകൊള്ളുന്നത് ആരാധന എന്ന പടിയിലാണ്. നമ്മൾ കൂട്ടം കൂടിയിരുന്ന് കീർത്തനങ്ങൾ പാടുകയും അനുഭവ സാക്ഷി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ചടങ്ങിനെയാണ് ആരാധന എന്ന് നമ്മൾ പറയുന്നത് എങ്കിലും ഇത് കൃത്യമായി ഓരോ ഹൃദയങ്ങളിലും നടത്തപ്പെടുന്ന അവസ്ഥ, കീർത്തനം പാടുന്നതും സാക്ഷി പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഉപവസിക്കുന്നതും എല്ലാം, മൗനവ്രതം ഉൾപ്പെടെയുള്ള എല്ലാം ഒരു ഹൃദയത്തിൽ നടത്തപ്പെടുമ്പോൾ അത് ആരാധനയാണ്. അത് സർവദാ നടത്തപ്പെടേണ്ടുന്ന അവസ്ഥ ഈ അറിവ് സ്വീകരിച്ച ഓരോ ആത്മാവിലും നിറച്ചു വെച്ചിരിക്കുകയാണ് ഈശ്വരൻ. ആ അവസ്ഥ നിറച്ചു വെച്ചിരിക്കുകയാണ്. മാറ്റമില്ലാത്ത സ്തുതികൾ, മാറ്റമില്ലാത്ത സാക്ഷീകരണം, മാറ്റമില്ലാത്ത ധ്യാനം, മാറ്റമില്ലാത്ത പ്രാർത്ഥന, ഇതെല്ലാം വളരെ കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിച്ച് ആണ് ഈ അറിവിനെ ഈശ്വരൻ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാധന എന്ത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയുന്നത് ആത്മബോധോദയ സംഘാംഗങ്ങൾക്ക് തന്നെയാണ്. അവരവർ ചിന്തിക്കുക, പറയാൻ കഴിയുമോ? ഞാനിവിടെ നിന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവരവർ ചിന്തിക്കുക, എനിക്ക് ആരാധനയെപ്പറ്റി എന്തെല്ലാം പറയാൻ അറിയാം, ഞാൻ ആരാധനയിലാണോ, ആരാധന എന്ന പടിയിൽ ഞാൻ എത്തിയോ എന്ന് അവരവർ ചിന്തിക്കുക, എന്നിട്ട് പഠിക്കുക, എന്നിട്ട് പറയുക. അങ്ങനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഞായറാഴ്ച ആരാധന, അതിൽ പങ്കെടുക്കാൻ അവകാശമുള്ളതും അപ്രകാരമുള്ളവർക്ക് തന്നെയാണ്. പക്ഷെ കരുണാനിധി എപ്പോഴും എല്ലാത്തിനും ഇളവുകൾ നൽകുന്ന ദയാനിധിയാണ്. അവനെല്ലാം അനുവദിക്കുന്നു. സത്യം കേൾക്കാത്തവരെയും കേട്ടവരെയും, ഉപദേശം പഠിച്ചവരെയും പഠിക്കാത്തവരെയും, നിയമാനുഷ്ഠാനങ്ങൾ കൂടി ജീവിക്കാത്തവരെയും ജീവിക്കുന്നവരെയും എല്ലാം ഒന്നുപോലെ കയറ്റി ഇരുത്തിക്കൊണ്ട് ഈ ബാലപാഠങ്ങൾ ഉപദേശിക്കുകയാണ്. കൃത്യമായി ഉപദേശിക്കുകയാണ്. വീണ്ടും 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 ഉപദേശിക്കുകയാണ്. എന്തിനു വേണ്ടി? ആത്മാവ് രക്ഷ പ്രാപിച്ച് പരിപൂർണതയിലെത്തുവാൻ വേണ്ടി, പരമഗുരുവിൻ്റെ അധിവാസ സ്ഥലമായി തീരുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ദാനം ചെയ്യുന്നതും നടത്തുന്നതും. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മൾ ആരാധനയിലെത്തിയോ? അറിവിൻ്റെ പ്രാപ്തിയിൽ മാത്രമേ അതെല്ലാം കാണാനും അറിയാനും കഴിയുള്ളൂ. ഈ കാണുന്ന പ്രപഞ്ച പ്രകൃതികളെ മുഴുവൻ അറിയാൻ നമ്മളെ അറിഞ്ഞാൽ മതി, സ്വയം അറിഞ്ഞാൽ മതി, തന്നെത്താൻ അറിഞ്ഞാൽ മതി സർവ്വതും അറിയാൻ.
അപ്പോൾ അതിനുള്ള അറിവ്, ആത്മാവായി ഉയരാനുള്ള അറിവ് ആത്മനാഥൻ തന്നിരിക്കുന്നു. അതിനെ ബലപ്പെടുത്താൻ, അതിൽ എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും വന്നെങ്കിൽ അതിനെ തിരുത്താൻ തന്നിരിക്കുന്നതാണ് ഈ നിയമം. ഞായറാഴ്ച ആരാധന, ഒരാഴ്ചക്കാലം ചെയ്ത കർമ്മങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ വന്നുപോയെങ്കിൽ കരുണാനിധി ക്ഷമിക്കണം, വീണ്ടും ഞങ്ങളെ ശുദ്ധീകരിച്ച് നാളെ മുതലുള്ള പുതിയ ജീവിതത്തിലേക്ക് കടത്തിവിടണമെന്നുള്ള അപേക്ഷയോടുകൂടിയാണ് നമ്മൾ ആരാധനയിൽ ഇടപെടുന്നത്. അതിനു വേണ്ടിയുള്ളതാണിത്, അതിനുള്ള ക്രമീകരണമാണിത്, അതിനുള്ള നിയമമാണിത്. കൃത്യമായി നിയമാനുഷ്ഠാനങ്ങളിലൂടെ ഹൃദയശുദ്ധീകരണം പ്രാപിച്ചെത്തുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ആരാധന ആനന്ദാവസ്ഥയാണ്, പരമാനന്ദമാണ്. ശാന്തിയുടെ, സർവജ്ഞാനത്തിൻ്റെ, ത്രിഗുണത്തിൻ്റെ, സ്വയം പ്രകാശത്തിൻ്റെ, സർവശക്തിയുടെ പൂർണ്ണരൂപത്തെ ആത്മാവിൽ കാണാനുള്ള സുവർണാവസരം ഈശ്വരൻ ഒരുക്കിയിരിക്കുന്നതെല്ലാം അതിനുള്ളതാണ്. ഉന്നതമായ വിധത്തിൽ അതൊക്കെ അനുഭവിക്കുവാൻ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നികത്താനാവാത്ത നഷ്ടങ്ങൾ സംഭവിച്ച ഒരാഴ്ചയാണ്. പലതും അങ്ങനെയാണ്, നമുക്ക് നികത്താനാവാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് എന്തിനും കഴിവുണ്ട്, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒക്കെ ശരിയാണെങ്കിലും ഒരു ആത്മാവിനെ ഈ പറഞ്ഞതുപോലെ ഒരു അറിവ് കൊടുത്ത് അവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രചാരകനായി, ഇതിൻ്റെ പ്രവർത്തകനായി, ഇതിൻ്റെ ആചാര്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യിക്കുവാൻ പ്രാപ്തമാക്കി എടുക്കുന്നതിന് ചെറിയ പണിയല്ല, അതൊരു നിസ്സാര പണിയല്ല. ജന്മജന്മാന്തരമായുള്ള ദോഷങ്ങളെയും പലവിധത്തിലുള്ള പോരായ്മകളെയും ചവിട്ടി ഒതുക്കി ഒരു ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് ഇപ്രകാരം ഒന്ന് പ്രകാശമാക്കി നിലനിർത്തണമെങ്കിൽ നിസ്സാര പണിയല്ല. ഓരോ ഇടങ്ങളിലേക്കും പറഞ്ഞയക്കുമ്പോൾ ഭഗവാൻ കൂടെ പോയി ഓരോ കർമ്മങ്ങൾ ചെയ്ത് അതിൽ പ്രാവീണ്യം വരുത്തി വളർത്തി ഉയർത്തി എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെ അനേകം കർമ്മങ്ങൾ ചെയ്യുവാൻ പരമഭാഗ്യം ലഭിച്ച, അനേകം കർമ്മങ്ങൾക്ക് കർമ്മിയായി ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട നമ്മുടെ പല ശാഖാശ്രമങ്ങളുടെയും നിർമ്മാണത്തിനും, കൊടിമര നിർമ്മാണത്തിനും, ആഡിറ്റോറിയം നിർമ്മാണത്തിനും എന്ന് വേണ്ട അനവധി കാര്യങ്ങൾക്ക് അനേകം ആത്മാക്കളിലേക്ക് ഈ ആദർശത്തെ പ്രകാശിപ്പിക്കുവാനും ഭഗവാൻ നിയോഗിച്ചിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദയാനന്ദ സ്വാമി കഴിഞ്ഞ ബുധനാഴ്ച ദിവസം നമ്മളെ വിട്ടുപോയി. അതൊരു വലിയ ദുഃഖമാണ്. പക്ഷേ ഈശ്വരൻ്റെ തീരുമാനങ്ങളാണെല്ലാം. ജനനവും മരണവും തൻ്റെ കയ്യിലാണ്. തൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ആർക്കും വിട്ടുകൊടുക്കാറില്ല. ആ തീരുമാനപ്രകാരം നടന്നു. ഈശ്വരൻ ആ ആത്മാവിനെ തൻ്റെ നിത്യാനന്ദത്തിലേക്ക് ലയിപ്പിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം വളരെയേറെ കർമ്മങ്ങൾ നിർവഹിക്കുകയും ഭഗവാന്റെ സ്നേഹവാത്സല്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതനാകത്തക്ക വിധത്തിലുള്ള പല നേർച്ചകളും ഇവിടെ സമർപ്പിച്ച് സന്യാസ പരമ്പരകളിൽ ഇടപെട്ട് ജീവിതം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സത്യദേവാനന്ദ സ്വാമിയും നമ്മളെ വിട്ട് കടന്നുപോയി. അദ്ദേഹം വളരെ ദിവസങ്ങളായി രോഗശയ്യയിലായിരുന്നു. വളരെയേറെ പ്രയത്നിച്ചു, പല ആശുപത്രികളിൽ കൊണ്ടുപോയി. പക്ഷേ ആ രോഗത്തിൽ നിന്ന് വിടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിട്ട് മാറി നിൽക്കുകയാണ്. സർവശക്തിയുടെ മഹാകാരുണ്യമാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഈ സന്നിധാനത്തിൽ ചെയ്യാനുള്ള അവസരമുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നതുമായ തങ്ക കിരീടം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വകയായിട്ടാണ്. അതുപോലെ പല കാര്യങ്ങളും ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ എണ്ണി പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിന് തക്ക വിധം എല്ലാം ഈശ്വരൻ കൊടുത്തു. അതിൽ കൂടി അദ്ദേഹം പലതും കൊണ്ടുവന്ന് ഇവിടെ ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതനായി. അങ്ങനെയാണ് ഭഗവാൻ കാഷായ വസ്ത്രം കൊടുത്തു, സത്യദേവാനന്ദൻ എന്ന് പേര് കൊടുത്തു. അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അദ്ദേഹവും നമ്മളെ വിട്ട് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ ആ നിത്യാനന്ദത്തിലേക്ക് ലയിപ്പിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ നമ്മുടെ അരിമ ശിഷ്യ പരമ്പരകളിൽപ്പെട്ട 2-3 പേർ ഈ വിധത്തിൽ മരണപ്പെട്ടു പോയി. അവരെയും ഈശ്വരൻ്റെ ആ നിത്യാനന്ദത്തിലേക്ക് ലയിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കൂടുതൽ ആളുകളിലേക്ക് ഇത് പടർന്നു പിടിച്ച് കൂടുതൽ മരണങ്ങൾ സംഭവിക്കാതെ സ്വാഭാവികമായ കർമ്മങ്ങളിലൂടെ സ്വാഭാവികമായ നിലയിൽ കൂടുതൽ ഭാരമുണ്ടാകാത്ത വിധത്തിൽ ഇതെല്ലാം സംഭവിക്കുവാൻ ഈശ്വരൻ്റെ പ്രത്യേക കാരുണ്യം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സാധാരണ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭാരമുണ്ടാകുന്നത്. സാധാരണ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുമ്പോഴാണ് കൂടുതൽ ദുഃഖമുണ്ടാകുന്നത്. സ്വാഭാവികമായി സംഭവിച്ചാൽ അതിൻ്റെ നിയമമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല, മനുഷ്യർക്ക് ദുഃഖത്തിന് കാരണമില്ല. അങ്ങനെ ഒരു ക്രമീകരണം ഭഗവാൻ തിരുവുള്ളം കനിഞ്ഞ് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാരോഗം ലോകത്തിൽ നിന്ന് ഒഴിവായി ലോകം ശാന്തമായി നിലനിർത്തുവാൻ ആ തിരുവുള്ളം കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം ഇതിനുള്ളിലുണ്ട്. നമ്മുടെ പൂജാരി സ്വാമി അല്പം ക്ഷീണാവസ്ഥയിലായിരുന്നു. സുഖം പ്രാപിച്ച് ഇവിടെ വന്ന് കാണുവാൻ ഈശ്വരൻ അവസരമൊരുക്കിയത് വലിയ സന്തോഷമാണ്. കാരണം വാർദ്ധക്യാവസ്ഥയാണ്, പക്ഷെ അതൊന്നും നോക്കാതെ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ക്ഷീണം കൂടിപ്പോയി. വിശ്രമിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ട് പോലും വിശ്രമിക്കാതെ ഈ ജോലികളിലൊക്കെ ഏർപ്പെട്ടു. അതിൻ്റേതായ ക്ഷീണം വന്നു. പക്ഷേ ഭഗവാൻ വീണ്ടെടുത്ത് ഈ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ഈ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. മരണം വരെ ഈ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യവും സുഖവും ജഗദീശ്വരൻ ആ സാധുവിന് ദാനം ചെയ്യുവാനാണ്. പരിശുദ്ധ ശക്തി അവതരിച്ചു, പരിശുദ്ധ ജ്ഞാനങ്ങൾ നൽകിയിടുന്നു. പരിശുദ്ധ ശക്തി അവതരിച്ചു, പരിശുദ്ധ ജ്ഞാനങ്ങൾ നൽകിയിടുന്നു. പരിശുദ്ധ ശക്തി അവതരിച്ചു, പരിശുദ്ധ ജ്ഞാനങ്ങൾ നൽകിയിടുന്നു. പരിശുദ്ധ ശക്തി അവതരിച്ചു, പരിശുദ്ധ ജ്ഞാനങ്ങൾ
പരിശുദ്ധ ലോകമാണ്. ആത്മാവിൽ ഈ പരിശുദ്ധ ലോകത്തെ സ്ഥാപിക്കുവാനാണ് പരമാത്മാവ് എഴുന്നള്ളിയത്. ആ പരിശുദ്ധത ആത്മാവിലേക്ക് നിറവേറ്റുവാൻ പരിശുദ്ധ ജ്ഞാനങ്ങൾ നാവാൽ തെളിയിച്ച് ആത്മാവിൽ ഭവിപ്പിക്കുകയാണ്. ആ തിരുനാവിലൂടെ ഓതി ഭവിപ്പിക്കുന്നതെല്ലാം ആ പ്രപഞ്ച രഹസ്യങ്ങളാണ്, സൃഷ്ടി രഹസ്യങ്ങളാണ്. ജന്മജന്മാന്തരമായുള്ള നിന്റെ ദോഷങ്ങളെ തീർക്കുവാനുള്ള സർവജ്ഞാനമാണ്. ആ സർവജ്ഞാനം ഓതുവാൻ സർവജ്ഞാനത്തിന്റെ പൂർണ്ണരൂപനാകുന്ന ഗുരുവിന് മാത്രമേ കഴിവുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ വന്ന് ഈ പ്രകാരം ഈ സർവജ്ഞാനത്തെ ഒരു നാവിലൂടെ പറഞ്ഞു തെളിയിച്ച് അനുഭവപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരമഗുരുവാണ്. അതുകൊണ്ട് തന്നെ ശുഭാനന്ദ ഗുരുദേവൻ സാക്ഷാൽ ദൈവമാണ്. ശുഭാനന്ദ നാമത്തിൽ സമ്പൂർണ്ണ ശാന്തിയുണ്ട്. ശുഭാനന്ദ നാമത്തിൽ സമ്പൂർണ്ണ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനമുണ്ട്. ശുഭാനന്ദ നാമത്തിൽ സമ്പൂർണമായ സൽഗുണമുണ്ട്. ശുഭാനന്ദ നാമത്തിൽ ആ സ്വയം പ്രകാശമുണ്ട്. ശുഭാനന്ദ നാമത്തിൽ സർവശക്തികളുമുണ്ട്. ഇങ്ങനെ സർവ്വതും അടങ്ങിയിരിക്കുന്ന സർവജ്ഞാനത്തിന്റെ പൂർണ്ണരൂപം, ആ അറിവിന്റെ നികവായ ഗുരുരൂപം കലിയുഗത്തിൽ വന്ന് ഖഡ്ഗിയായി അവതരിച്ചിതാ ഉൾക്കാമ്പിൽ ഉത്ബോധം ദാനം ചെയ്യും. ആ ഉത്ബോധമാണ് ഉൾപ്രകാശമായി നിന്ന് ആ ഖഡ്ഗായുധമായി പ്രവർത്തിക്കേണ്ടത്. അജ്ഞാന സംഹാരം ചെയ്യുന്നതിനുള്ള ആ നിഷ്കളങ്ക ആയുധത്തെ പരിശുദ്ധമായ ആത്മാവിലേക്ക് ദാനം ചെയ്ത് ഈ അജ്ഞാന ലോകത്തോട് യുദ്ധം ചെയ്ത് വിജ്ഞാനിയായി തീരുവാനും വിജ്ഞാന കർമ്മങ്ങൾ ചെയ്യുവാനും അതിൽ കൂടി നിഷ്കാമകർമ്മം ചെയ്യുവാനും നിത്യശാന്തിയും നിത്യാനന്ദവും കരസ്ഥമാക്കുവാനും ഈശ്വരൻ ഇതാ സുവർണാവസരം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ഇതുപോലൊരു അവസരം ഇനി ഉണ്ടാവുകയില്ല, ഇതിനു മുൻപുണ്ടായിട്ടുമില്ല. കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി വന്നു ആനന്ദിപ്പിക്കുന്നു ആത്മാക്കളെ.
ചെയ്തിടുന്നു. ഏത് പ്രശ്നത്തിന് പരിഹാരം ചിന്തിച്ചാൽ, രോഗമാകട്ടെ, പാപമാകട്ടെ, ഭൂതമാകട്ടെ, പ്രേതമാകട്ടെ, എന്തു ദുഃഖമാകട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളാകട്ടെ, ഇനി പ്രകൃതി ക്ഷോഭം തന്നെ ആകട്ടെ, സർവ്വതിനും പരിഹാരം ഒന്നേ ഉള്ളൂ. സൽക്കർമ്മ മാർഗം മാത്രമാണ്. ഉത്കർമ്മിയായി ഈശ്വരൻ പ്രവർത്തിക്കുന്നവർ സൽക്കർമ്മം നിത്യവും ചെയ്തുകൊള്ളും. നിത്യവും ചെയ്തുകൊള്ളും. നിത്യവും സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഈ സർവകാര്യത്തിനും പരിഹാരമുണ്ട്. സൽക്കർമ്മത്തിന് ഉത്ബോധം നൽകുന്നത് ആത്മനാഥന്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനമാണ് കലിയുഗത്തിൽ അവതരിച്ചു വാഴുന്നത്. ഇതാ ലോകം കൂടാതെ സർവർക്കുമായി ദാനം ചെയ്യുന്നു. ഒരു ഭേദവുമില്ലാതെ, ഒരു കെട്ടുപാടുകളുമില്ലാതെ, ഒരു അതിർവരമ്പുകളുമില്ലാതെ, ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ, ഇപ്രകാരം ഉപദേശം ദാനം ചെയ്ത് മർത്തി
മർത്യജന്മത്തെ വളർത്താൻ ശ്രമിക്കുമ്പോൾ വളരണം, അതാണ് ആവശ്യം. വളർത്തുന്നു എന്നുള്ള പ്രക്രിയ നടക്കുകയാണ്. വളരേണ്ടതാരാണ്? അറിവിൽ കൂടി ആത്മാവാണ് വളരേണ്ടത്. ആത്മാവിന്റെ വളർച്ച അറിവിൽ തന്നെ ആകുന്നു. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. അങ്ങനെ വളർച്ചയും ഉയർച്ചയും സംഭവിക്കേണ്ടത് ആത്മാവിലാണ്. വളർത്താനുള്ളതെല്ലാം തരുന്നുണ്ട്. അതൊരു കവറിലിട്ട് കെട്ടി എവിടെങ്കിലും വെച്ചാൽ ഒരു വിധത്തിലും ഈ വേരിലേക്ക് പിടിക്കുകയില്ല. ഈ വേരിലേക്ക് പിടിക്കുകയില്ല. വേരിലേക്ക് പിടിച്ചെങ്കിലേ അതിന്റെ തടിയിലേക്ക് അതിന്റെ ഫലം ഉണ്ടാകും. ആ തടിയിലെത്തിയെങ്കിലേ അത് പൂക്കുകയുള്ളൂ. പൂത്തെങ്കിലേ കാവിടിക്കുകയുള്ളൂ. കാവിടിച്ചെങ്കിലേ ഇത് മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. ഇങ്ങനെ അറിവും ആചാരവും വിശുദ്ധിയും ആരാധനയും ആശ്വാസവും ആനന്ദവും നാമസങ്കീർത്തനവും ഒരു മർത്യജന്മത്തിൽ പൂർത്തീകരിക്കുവാൻ എത്രയോ ജന്മങ്ങൾ നിങ്ങൾ കൊതിച്ചവരാണ്. ആ നാമസങ്കീർത്തന രൂപമായിത്തീരുവാൻ നിങ്ങൾ അപേക്ഷിച്ചവരാണ്. എത്രയോ യുഗങ്ങളായി നിങ്ങൾ തപസ് ചെയ്തവരാണ്. എത്രയോ യുഗങ്ങളായി നിങ്ങൾ യാഗം ചെയ്തവരാണ്. എത്രയോ യുഗങ്ങളായി നിങ്ങൾ പൂജ ചെയ്തവരാണ്. കലിയുഗത്തിൽ യുഗപുരുഷനായി സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപം തിരുവതാരമായി വരുമ്പോൾ ആ തിരുമുൻപിൽ എത്താൻ എത്ര ആഗ്രഹിക്കുന്നു.
വിളിക്കുകയാണ്. എല്ലാം ലോകം കൂടാതെ തരികയാണ്. ഇതൊന്ന് സ്വീകരിക്കണം, ആത്മാവിലേക്ക് സ്വീകരിക്കണം, വളർച്ചയ്ക്കായി ഉപയോഗിക്കണം. അതിന് വേണ്ടുന്നതായ ശ്രദ്ധയും അതിന് വേണ്ടുന്നതായ ഭക്തിയും ഇതിന്റെ കൂടെ ചേർത്ത് ഈ അറിവിൽ കൂടി കൃത്യമായി ജീവിച്ചു പോയാൽ ഖഡ്ഗാവതാരത്തിന്റെ ഉൾക്കർമ്മം നിങ്ങളുടെ ആത്മാവിൽ നടത്തുന്നത് കാണാൻ കഴിയും. അജ്ഞാന സംഹാരമാണ്. അത് നിഷ്കളങ്ക ജ്ഞാനായുധം കൊണ്ട് അജ്ഞാന സംഹാരമാണ് നടക്കുന്നത്. ഖഡ്ഗി കലിയുമായി യുദ്ധം ചെയ്ത് തന്റെ ആത്മാക്കളെ കരസ്ഥമാക്കുകയാണ്. കാണുമ്പോൾ അഗ്നി പോൽ നിൽക്കുന്ന കലിയെ ഭസ്മീകരിക്കുവാൻ കാണുമ്പോൾ അഗ്നി പോലെ ഖഡ്ഗി തന്നെ നിലകൊള്ളുന്നു. ആ ഖഡ്ഗി തന്നെ നിലകൊള്ളുന്നു. ആ ഖഡ്ഗിയും കലിയുമായുള്ള യുദ്ധം പല സന്ദേഹങ്ങളുണ്ടാക്കും, പല സംശയങ്ങളുണ്ടാക്കും, പലവിധ പോരായ്മകളുണ്ടാക്കും, കുറവുകളും കുറ്റങ്ങളും ഒക്കെ തോന്നിക്കും. പക്ഷേ ധീരരായി നിന്നുകൊണ്ട് ഈ അജ്ഞാന ലോകത്തോട് പടവെട്ടി ആ വിജ്ഞാന സമ്പൂർണ്ണ രൂപത്തെ ആത്മാവിൽ കുടിയിരുത്തി ആ നാമസങ്കീർത്തന രൂപമായി ഉയരുവാൻ ആശ്രയിച്ച് എന്നും ജീവിച്ചാൽ മാത്രം മതി. ആ തിരുവമ്പാകെ എന്നും ആശ്രയിച്ച് അപേക്ഷിച്ച് ജീവിച്ചാൽ മതി. അതിനാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അണുമാത്ര പോലും അഹങ്കാരം അകമേ കടക്കാതെ, അഷ്ടാഹങ്കാരാദികൾ ഒന്നും കിടക്കാതെ ഐശ്വര്യനായകനാകുന്ന ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ട് എപ്പോഴും ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ആത്മാവിന്റെ വിജയം. അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. സന്തോഷം വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കാതെയും ദുഃഖം വരുമ്പോൾ കൂടുതൽ ദുഃഖിക്കാതെയും അതിന്റെ സംയമനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിവുണ്ടാകണമെങ്കിൽ ആത്മനാഥൻ ആത്മശക്തിയായി ആത്മാവിലുണ്ടാകണം. അങ്ങനെ ആത്മനാഥനെ ആത്മാവിൽ കുടിയിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ആധ്യാത്മിക ജീവിതം. അതാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ദാനം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ആത്മനാഥൻ വന്ന് വാഴുന്നത്. അത് പരിപൂർണമായും നമ്മൾ സ്വീകരിച്ച് ജീവിതം ചെയ്യണം. പല ആളുകളും അങ്ങനെയല്ല. ഒരു അയലത്തുകാർ രണ്ടുപേരും കൂടി ഒരു ഉത്സവം കാണാൻ പോയി. രണ്ടുപേരും ചെറിയ ഇരുചക്ര വാഹനത്തിലാണ് പോയത്. രണ്ടുപേർക്കും ഓരോ വാഹനമുണ്ട്. അപ്പോ ഒരാള് ആ ഉത്സവ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾക്കും ഇഷ്ടംപോലെ സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടി. കളിപ്പാട്ടമുണ്ട്, നിത്യോപയോഗ സാധനങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ആ ഇരുചക്ര വാഹനത്തിൽ കൊള്ളാവുന്നതിനപ്പുറമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. അപ്പൊ മറ്റേ ആളിനെ കാണാനില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയത്. അദ്ദേഹം വണ്ടി അവിടെ വെച്ചിട്ട് മറ്റെവിടെയോ പോയി. ഈ വർണ്ണശബളമായ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ സാധു കരസ്ഥമാക്കി. ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് രണ്ടുപേരും കൂടി തിരികെ വീട്ടിൽ വന്നു. രണ്ടുപേരും അയലത്ത് താമസിക്കുകയാണ്. അപ്പോ ഈ സാധനങ്ങളുമായി വീട്ടിൽ വളരെ സന്തോഷം. അപ്പോ ബലൂണുണ്ട്, BPM ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, പല വിധത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. ആ വീട്ടിലൊന്ന് സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോ അയലത്തെ വീട്ടിൽ കയറി ചെന്നപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങളൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ അത്ര പൈസ ഒന്നും കരുതിക്കൊണ്ടല്ലോ പോയത്. നമുക്ക് അതിനുള്ള കാശൊന്നും ഇല്ലല്ലോ. ഞാൻ അവിടെ പോയി ഭഗവാനെ തൊഴുതു. അവിടെ ഒരു സ്വാമി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കേ എന്ന് പറഞ്ഞ് ഭാര്യയെ
ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തി. മക്കൾക്ക് ആദ്യം വളരെയേറെ പ്രയാസം തോന്നി. വളരെയേറെ പ്രയാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ സന്തോഷം കളിപ്പാട്ടങ്ങളിലൊക്കെയാണ്. അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടിയാലും സന്തോഷമാണ്. അപ്പൊ അയലത്ത് അത് വിളമ്പുകയും അവർ സന്തോഷിക്കുകയും സന്തോഷിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. എന്നാൽ ഇപ്പുറത്ത് അതൊന്നുമില്ല. അപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നിർബന്ധം പിടിച്ചു. അച്ഛനും അമ്മയും കൂടി ചേർന്നൊന്ന് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് ഭക്ത ഹനുമാന്റെ കഥ ആ സ്വാമിജി വർണ്ണിച്ചത് വിശദമായി അവിടെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ അതിന്റെ ധീരത, ഗുരുവിന്റെ ഭഗവാന്റെ മുൻപിലുള്ള സമർപ്പണം, ഏത് കാര്യവും ചെയ്യാനുള്ള ആ ശേഷി, തന്നിൽ അടക്കി വെച്ചിരിക്കുന്ന ശക്തികളെ പോലും ഗുരുവിന്റെ കൽപ്പന പ്രകാരം പുറത്തെടുത്ത് പ്രവർത്തിച്ച കർമ്മം, അത്ഭുത കർമ്മങ്ങൾ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് കുഞ്ഞുങ്ങളും ഭാര്യയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. അവരങ്ങനെ ഹനുമാനെ മാത്രം, ശ്രീരാമനെയും ഹനുമാനെയും മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് എത്രത്തോളം ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയത്. അത് വളരെ വ്യക്തമായി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യയും കുഞ്ഞുങ്ങളും ഇത് കേട്ട് സന്തോഷിച്ച് ഇങ്ങനെ കരയുകയാണ്. അതിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ അപ്പുറത്തൊരു ബഹളം കേൾക്കാം. ഈ സന്തോഷിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഈ സാധനങ്ങളെ തമ്മിൽ കലഹമായി. കൊണ്ടുവന്ന സാധനങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ തമ്മിൽ അടിയായി. അപ്പോ ഭാര്യ ഒരു കുഞ്ഞിന്റെ ഭാഗത്തു നിന്നും ഭർത്താവ് വേറൊരു കുഞ്ഞിന്റെ ഭാഗത്ത് ഇങ്ങനെ അവര് തമ്മിലടിയായി. അവിടെ ആകെ കലഹമായി. ഇവിടെയോ ശ്രീരാമന്റെ കഥ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. അപ്പോ ഈ രണ്ടുപേരും ഉത്സവം കാണാനാണ് പോയത്. കൊണ്ടുവന്നത് എന്താണ്? ഒരാൾ കയ്യിലിരുന്ന കാശ് മുടക്കി കൊണ്ടുവന്നത് കലഹവും, ഒരാൾ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്നത് ഭഗവാനെയുമായിരുന്നു. ആ കുഞ്ഞുങ്ങളിലേക്കും സഹധർമ്മിണിയിലേക്കും പകർന്നു കൊടുത്തത് ഭഗവത് കഥകളാണ്. ഇതുപോലെ ഹൃദയം ഒരുങ്ങണം. ആവശ്യമായത് അറിയേണ്ടതറിയുവാൻ അഖിലേശ കനിയനെ കീർത്തനങ്ങളും പ്രാർത്ഥനകളും സാക്ഷീകരണങ്ങളും ഈ ഓരോ നിമിഷവും ഇവിടെ വിതറിക്കൊണ്ടിരിക്കുന്ന ചൈതന്യവും ആ മഹാശക്തിയുടെ ആനന്ദാഭിഷേകവും ആ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഈ ആരാധന കഴിയുമ്പോൾ പുതിയൊരു ഹൃദയത്തോടുകൂടി രൂപപ്പെട്ടു വരണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്തു പോയ പോരായ്മകളൊക്കെ തിരുത്തി പുതിയൊരു ഹൃദയത്തോടുകൂടി പുതിയ ജീവിതം തുടങ്ങുവാൻ ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാകണമെങ്കിൽ ഹൃദയം ഒരുങ്ങണം. ഹൃദയമാകും ശ്രീകോവിലിൽ ഹൃദയനാഥൻ വാഴുന്നു. ഹൃദയനാഥൻ ശ്രീകോവിലിൽ ഹൃദയനാഥൻ
അഖിലേശ്വരന് ഓരോ ആത്മാവിലും എഴുന്നള്ളി വാഴുവാനുള്ള സ്ഥലമൊരുക്കുവാൻ ഇടമൊരുക്കുവാൻ സ്വർഗസിംഹാസനം ഒരുക്കുവാൻ ഈശ്വരൻ പ്രത്യക്ഷമായി ലോകത്തിൽ സ്ഥാപിച്ച താരാസ്തുതി അടുത്തു വരികയാണ്. ഉന്നതമായ നിലയിൽ മർത്യജന്മങ്ങളിൽ ഉന്നതമായ മാറ്റം വരുത്തിയ ആത്മാവിനെ കഴുകി ശുദ്ധമാക്കിയ ജന്മജന്മാന്തരങ്ങളായുള്ള പലവിധ ദോഷങ്ങളിൽ നിന്ന് ആത്മാവിനെ മുക്തമാക്കിയ രോഗ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിച്ച ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ശക്തിയായി വീണ്ടെടുത്ത ശക്തിയോടുകൂടി വീണ്ടെടുത്ത ഉന്നതമായ താരാസ്തുതി, അത്യുന്നതമായ താരാസ്തുതി, സ്വർഗീയ വ്യവസ്ഥയായ താരാസ്തുതി, മഹാശക്തിയും ഒത്തുനിന്നുകൊണ്ട് ദേവലോക വ്യവസ്ഥയായ താരാസ്തുതി നടത്തുന്ന സന്ദർഭമാണ് അടുത്തു വരുന്നത്. സർവദോഷങ്ങളും തീർത്ത് സർവശാന്തി ദാനം ചെയ്ത് സർവരെയും അനുഗ്രഹിക്കുവാൻ സർവശക്തി എഴുന്നള്ളിന്നുകൊണ്ട് താരാസ്തുതി നടത്തട്ടെ. സർവശക്തി എഴുന്നള്ളിന്നുകൊണ്ട് താരാസ്തുതി നടത്തട്ടെ. സർവാനുഗ്രഹങ്ങളും ആനന്ദവും ഭക്തലോകത്തിന് ലഭ്യമാകുവാൻ കരുണാനിധി എഴുന്നള്ളി താരാസ്തുതി നടത്തട്ടെ. ഉന്നതമായത് അനുഭവിക്കുവാൻ, ആനന്ദമായി അനുഭവിക്കുവാൻ ഭക്തലോകത്തെ ഒരുക്കട്ടെ. ഈ പ്രകൃതിയെ ഒരുക്കട്ടെ. ഈ അന്ധകാരം ലോകത്തിൽ നിന്ന് ഒഴിവായി പോകട്ടെ. ആത്മബോധോദയ സംഘത്തെയും
17-ാം തീയതി മൂന്നാമതായി സ്വീകരിച്ച് 12 വർഷക്കാലം ആത്മലോകരക്ഷ ചെയ്ത, ആത്മജ്ഞാനം ദാനം ചെയ്ത, ആത്മസുഖം ദാനം ചെയ്ത, ആത്മശക്തി ദാനം ചെയ്ത ആ പൊന്നുതിരുമേനിയുടെ ആ തിരുശരീരവും നമ്മളെ വിട്ട് മറവായത് ആ ദിനത്തിൽ തന്നെയാണ്. ആ ദിനം തന്നെയാണ്. ആ ദിനത്തിൽ ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം ഒരു നേരത്തെ നെല്ലരി ആഹാരത്തോടുകൂടിയുള്ള ഭക്തിനിർഭരമായ വ്രതാനുഷ്ഠാനങ്ങളിൽ കഴിയണം. ഈ ഇപ്പോഴത്തെ സന്ദർഭം അനുസരിച്ച് എല്ലാവർക്കും ഒത്തുകൂടാനൊന്നും നിർവാഹമില്ലെങ്കിലും അവരവരുടെ ഭവനങ്ങളിൽ കൃത്യമായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. കരുണാനിധി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാതലായ വേദമോദി കായാമ്പുമേനിതൻ രൂപത്തെ ആത്മാവിൽ തെളിയിക്കുവാനാണ് ആഗമക്കാതലായ കരുണാനിധി വാഴുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആശ്രയിച്ച് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുക. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുവാനാകട്ടെ. സ്വദേശത്തും വിദേശത്തുമായി ആശ്രയിച്ച് ജീവിക്കുന്ന സർവാത്മാക്കളെയും സർവശക്തി ദർശിക്കുമാറാകട്ടെ. രോഗശാന്തി ദാനം ചെയ്യുമാറാകട്ടെ. കടന്നു നിൽക്കുന്ന ആത്മാക്കൾക്ക് ആത്മശാന്തിയെ ദാനം ചെയ്യുമാറാകട്ടെ. ആ കടന്നുപോക്കൊന്നും ഒരാളിന് പോലും ഒരു ദുഃഖമായി ഭവിക്കാതെ ക്ലേശഭാരങ്ങൾ ഒഴിച്ച്, മനസ്സിന്റെ ഭാരങ്ങൾ ഒഴിച്ച് ശാന്തിയായി ഗുരുനാഥൻ ഓരോ ഹൃദയങ്ങളിലും എഴുന്നള്ളി നിലകൊള്ളുമാറാകട്ടെ. ഓരോ കുടുംബങ്ങളിലെയും അത്താണിയായി നിന്ന പല സന്താനങ്ങളും ദേഹം വിട്ടുപോയി. ആ കുടുംബങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യവും ഭവിക്കാതെ, ഒരു ദുഃഖവും ഭവിക്കാതെ, ഒരു ക്ലേശവും ഉണ്ടാകാതെ കരുണാനിധി പ്രകൃതിയിൽ കൂടി എല്ലാം ദാനം ചെയ്ത്, സന്തോഷം ദാനം ചെയ്ത് കാത്തുകൊള്ളുമാറാകട്ടെ, കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ത്യാഗസ്മരണകളെ ലോകമെമ്പാടും അറിയുവാനും അറിയിക്കുവാനും തക്ക വിധത്തിൽ ഈ ദേവാലയത്തിന്റെ മുൻപിലായി പണികഴിപ്പിക്കുന്ന മഹാഗോപുരത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി ദാനം ചെയ്യുവാൻ കരുണാനിധിയോട് അപേക്ഷിക്കുന്നു, സർവശക്തിയോട് അപേക്ഷിക്കുന്നു. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് ആത്മലോകത്തിന് ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയവും മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്